Hi friends, welcome to my channel. Today's topic of discussion is The Night Time at Einstein by Jerome Bateman. Jerome Bateman is a famous American novelist and a short story writer, and his essay The Night I Met Einstein is a beautiful piece of work which throws light on the unique character of Albert Einstein. ഈ ജെറോം വീറ്റ്മാൻ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള അമേരിക്കൻ, നിങ്ങൾ ഈ ഒരു ടൈപ്പ് മസ്റ്റായിട്ട് നോക്കി വയ്ക്കുക. ജെറോം വീറ്റ്മാൻ ഒരു ഫേമസ് അമേരിക്കൻ നോവലിസ്റ്റാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. ആൻഡ് ഈ ഒരു എസ്സേ ദ നൈറ്റ് ടൈം അറ്റ് ഐൻസ്റ്റീൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പീസ് ഓഫ് വർക്ക് വിച്ച് ത്രോസ് ലൈറ്റ് ഓൺ ദ യുണീക്ക് ക്യാരക്ടർ ഓഫ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആ ഒരു യുണീക്കായിട്ടുള്ള ക്യാരക്ടറിനെ മെൻഷൻ ചെയ്യുന്ന ഒരു എസ്സേയാണ് ദ നൈറ്റ് ടൈം അറ്റ് ഐൻസ്റ്റീൻ എന്ന് പറയുന്നത്. ആൻഡ് ഹിസ് പാഷൻ ഫോർ മ്യൂസിക്കിനോടുള്ള ആ ഒരു പാഷൻ, ഐൻസ്റ്റീൻ്റെ മ്യൂസിക്കിനോടുള്ള ഒരു പാഷൻ കൂടെ ഈ ഒരു എസ്സേയിലൂടെ റിവീൽ ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ ഗ്ലോയിങ് ട്രിബ്യൂട്ട് ടു ഐൻസ്റ്റീൻസ് ലവ് ഓഫ് ബ്യൂട്ടി ആൻഡ് ഹിസ് ഇൻറ്റിമേറ്റ് ഡിസയർ ടു ഷെയർ ഇറ്റ് വിത്ത് അതേഴ്സ്. അതുപോലെ തന്നെ ഇത് ഐൻസ്റ്റീന് നമ്മുടെ ജെറോം വെയ്റ്റ്മാൻ എന്ന് പറയുന്ന അമേരിക്കൻ ഷോർട്ട് സ്റ്റോറി റൈറ്റർ കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ട് കൂടെയാണ്, ഒരു ഗിഫ്റ്റ് കൂടെയാണ് ഈ ഒരു എസ്സേ എന്ന് പറയുന്നത്. ദ പെയിൻസ് Einstein takes it to initiate the author into the world of music shows his passions and devotion towards music. അപ്പോൾ ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ വളരെയധികം എഫേർട്ട് എടുത്തിട്ടാണ് ജെറോം വെയ്റ്റ്മാൻ എന്ന് പറയുന്ന അമേരിക്കൻ ഷോർട്ട് സ്റ്റോറി റൈറ്ററെ ഈ ഒരു മ്യൂസിക്കിൻ്റെ വേൾഡിലേക്ക് കൊണ്ടെത്തിച്ചത് കേട്ടോ. അപ്പോൾ ഐൻസ്റ്റീന് ജെറോം വെയ്റ്റ്മാൻ കൊടുക്കുന്ന ആ ഒരു ട്രിബ്യൂട്ടാണ് ഈ ഒരു എസ്സേ എന്ന് പറയുന്നത്. Waitman had an invitation for a dinner at the home of a distinguished New York philanthropist. After dinner, the author was invited to a chamber music. അപ്പോൾ വീറ്റ്മാന് ഒരു ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. ഒരു ന്യൂയോർക്ക് ഫിലാന്ത്രോപ്പിസ്റ്റ് വീറ്റ്മാനെ ഇൻവൈറ്റ് ചെയ്യുന്നു ഫോർ ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്യുന്നു. ആഫ്റ്റർ ഡിന്നർ ഒരു മ്യൂസിക്കൽ ചേംബർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മ്യൂസിക് ചേംബറിൽ വെയ്റ്റ്മാനെയും ഇൻവൈറ്റ് ചെയ്യുന്നു. ആൻഡ് ഹി വാസ് നോട്ട് അറ്റ് ആൻ ഇൻട്രസ്റ്റഡ് ഇൻ മ്യൂസിക് ആൻഡ് വാസ് ഓൾമോസ്റ്റ് ടോൺ ഡഫ്. അല്ലേ, ഈ വെയ്റ്റ്മാൻ എന്താ മ്യൂസിക്കിൽ അത്രത്തോളം ഇൻട്രസ്റ്റ് ഇല്ല. വെയ്റ്റ്മാൻ ഒരു ടോൺ ഡഫ് മീൻസ് ഹി വാസ് നോട്ട് അറ്റ് ആൻ ഇൻട്രസ്റ്റഡ് ഇൻ മ്യൂസിക്കിന് അത്രത്തോളം ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളെയാണ് നമ്മൾ ടോൺ ഡഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെയ്റ്റ്മാൻ ആരായിരുന്നു? ഹി വാസ് ടോൺ ഡഫ്, അല്ലേ, മ്യൂസിക്കിനോട് അത്രത്തോളം ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഹി റിഗാർഡഡ് സീരിയസ് മ്യൂസിക് ആസ് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് നോയിസസ്. അല്ലേ, സീരിയസ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻറ്റ് ഓഫ് നോയിസസ് എന്ന ആര് റിഗാർഡ് ചെയ്തത്? വെയ്റ്റ്മാൻ റിഗാർഡ് ചെയ്തത്. Whenever he gets trapped, he closed his ears from the inside and submerged himself in his own completely irrelevant thoughts. അല്ലേ, അപ്പോൾ ഈ സീരിയസ് ആയിട്ടുള്ള മ്യൂസിക്കിനെ വെയ്റ്റ്മാൻ റിഗാർഡ് ചെയ്തത് അറേഞ്ച്മെൻറ്റ് ഓഫ് നോയിസസ്, കുറേ നോയിസസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വച്ചേക്കുന്നതായിട്ടാണ് വെയ്റ്റ്മാൻ റിഗാർഡ് ചെയ്യുന്നത്. ആൻഡ് ഇതുപോലെയുള്ള സിറ്റുവേഷനിൽ വെയ്റ്റ്മാൻ ട്രാപ്പ് ആവുകയാണെങ്കിൽ വെയ്റ്റ്മാൻ എന്ത് ചെയ്യും? ഹി ക്ലോസ്ഡ് ഹിസ് ഇയേഴ്സ് ഫ്രം ദ ഇൻസൈഡ് ഇയേഴ്സൊക്കെ എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സന്ദർഭത്തിൽ നമ്മളായിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഇരിക്കുന്നേ ഉള്ളൂ, ബട്ട് നമ്മളത് കേൾക്കത്തില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഇറലവൻ്റായിട്ടുള്ള തോട്ട്സിലൊക്കെ നമ്മൾ അങ്ങനെ മിങ്കിൾ ചെയ്തിരിക്കും, അല്ലേ? അതുപോലെയാ ഇവിടെ മ്യൂസിക് ഒട്ടും ഇഷ്ടമല്ലാത്ത, മ്യൂസിക്കിലെ ഒരു ടോൺ ഡഫ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന വെയ്റ്റ്മാൻ ഈ ഒരു സിറ്റുവേഷനിൽ ഹി സബ്മേർജ്ഡ് ഹിംസെൽഫ് ഇൻ ഹിസ് ഓൺ കംപ്ലീറ്റ്ലി ഇറലവൻ്റ് തോട്ട്സ്. അല്ലേ, വീറ്റ്മാൻ്റെ തന്നെ ഇറലവൻ്റ് ആയിട്ടുള്ള അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തോട്ട്സിൽ വീറ്റ്മാൻ എന്ത് ചെയ്തു? സബ്മേർജ് ചെയ്ത് നിൽക്കുക. സബ്മേർജ് ഇടയ്ക്ക് സിനോണിം ചോദിച്ചിട്ടുണ്ട്, ഇമേഴ്സ്ഡ് എന്നാണ് മീനിങ് കേട്ടോ. അപ്പോൾ വീറ്റ്മാൻ്റെ തന്നെ ഇറലവൻ്റ് ആയിട്ടുള്ള തോട്ട്സിൽ ഇങ്ങനെ സബ്മേർജ് ചെയ്തിരിക്കുക ആ മ്യൂസിക് സെക്ഷൻ നടക്കുന്ന ആ ഒരു ടൈമിൽ. ഹീ സാറ്റ് ദെയർ വിത്ത് എ നെയിം ഓഫ് പ്രിറ്റൻഡഡ് അപ്രീസിയേഷൻ. അപ്പോൾ എന്ത് ചെയ്യുക? പ്രിറ്റൻഡഡ് ആയിട്ടുള്ള അപ്രീസിയേഷൻ ചെയ്യുകയാണ് ആരാ? വീറ്റ്മാൻ. ആഫ്റ്റർ എ വൈൽ ഹി ബിക്കേം അവെയർ ദാറ്റ് ദ പീപ്പിൾ അറൗണ്ട് ഹിം വെയർ അപ്ലോഡിങ്. ഹി അൺപ്ലഗ്ഡ് ഹിസ് ഇയേഴ്സ് ആൻഡ് പ്രിറ്റൻഡ് ടു എൻജോയ്. അല്ലേ, കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ വെയ്റ്റ്മാൻ അവെയറായി അയാളുടെ ചുറ്റും ഇരിക്കുന്ന പീപ്പിൾ എന്ത് ചെയ്യുക? ക്ലാപ്പ് ചെയ്യുക. അറ്റ് ദാറ്റ് ടൈം വെയ്റ്റ്മാൻ എന്ത് ചെയ്തു? പ്രിറ്റൻഡ് ചെയ്തു, എൻജോയ് ചെയ്യുന്നതായിട്ട് പ്രിറ്റൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അറ്റ് ദാറ്റ് ടൈം ഹി ഹേർഡ് എ ജെൻറ്റിൽ ബട്ട് സർപ്രൈസിംഗ്ലി പെനിട്രേറ്റിംഗ് വോയിസ് ഓൺ ഹിസ് റൈറ്റ്. ആ ടൈമിൽ റൈറ്റ് സൈഡിൽ നിന്ന് വളരെ ജെൻറ്റിലായിട്ടുള്ള പെനിട്രേറ്റിംഗ് ആയിട്ട് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു വോയിസ് ആരുടെ ഇയേഴ്സിലേക്ക് എത്തി? വെയ്റ്റ്മാൻ്റെ ഇയേഴ്സിലേക്ക് എത്തി. To his delight, a gentleman on his right asked him whether he was fond of Bach.
To Waitman, music was something he would prefer last in his life. അപ്പോൾ വെയ്റ്റ്മാൻ ഭയങ്കര ഹാപ്പിയായി മാറി. ആ ഒരു എന്താ വളരെ ഷാർപ്പായിട്ടുള്ള വളരെ ജെൻറ്റിലായിട്ടുള്ള ആ ഒരു വോയിസ് കേട്ട റൈറ്റ് സൈഡിലേക്ക് നോക്കിയപ്പോൾ ടോട്ടലി സർപ്രൈസ്ഡ് ആയിട്ട് മാറി. അതാരായിരുന്നു? ഐൻസ്റ്റീൻ ആയിരുന്നു. ആൻഡ് ചോദിച്ചത് ഇത്രയാ, ആർ യു ഫോണ്ട് ഓഫ് ബാക്ക് അല്ലേ, നിങ്ങളുടെ ജർമ്മൻ കമ്പോസറായ ബാക്കിൻ്റെ മ്യൂസിക് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുക. വീറ്റ്മാൻ ആണെങ്കിലോ മ്യൂസിക് എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് അത്രത്തോളം മ്യൂസിക് ഇഷ്ടമില്ലാത്ത ഒരാളാണ് വീറ്റ്മാൻ. ഓക്കെ, അപ്പം വീറ്റ്മാൻ മ്യൂസിക് ഏറ്റവും ലാസ്റ്റ് പ്രിഫർ ചെയ്യുന്ന ആളാണ്. ആൻഡ് സഡൻലി ഹി റെക്കഗ്നൈസ് ദാറ്റ് ദ മാൻ വിത്ത് ദ റിനൗണ്ട് ഷോക്ക് ഓഫ് അൺടൈഡി വൈറ്റ് ഹെയർ ആൻഡ് ദ എവർ പ്രസൻറ്റ് പൈപ്പ് ബിറ്റ്വീൻ ദ ടീത്ത് വാസ് നോ അതർ ദാൻ ദ ഗ്രേറ്റസ്റ്റ് സയൻറ്റിസ്റ്റ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ടോട്ടലി സർപ്രൈസ്ഡ് ആയി മാറി. അൺടൈഡി വൈറ്റ് ഹെയർ അല്ലേ, അൺടൈഡി ആയിട്ടുള്ള വൈറ്റ് ഹെയറും എപ്പോഴും എവർ പ്രസൻ്റ് ആയിട്ടുള്ളൊരു പൈപ്പ് അല്ലേ, സിഗരറ്റ് പൈപ്പ് ഉണ്ടാവും ബിറ്റ്വീൻ ദ ടീത്ത്. അനോട്ടേഷനാണ് ഈ ലൈൻസ്, അനോട്ടേഷനാണ്. ആരാണെന്ന് മനസ്സിലായി, അത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണെന്ന് മനസ്സിലായി. ഭയങ്കര ഹാപ്പി ആയിട്ട് മാറി. Albert Einstein, he was very famous at that time, but Jerome, he was as a beginner in the field of a writer. Okay, the personality of the great scientist attracted Jerome Waitman. He realized that he could not tell a lie, even a small lie, to the great man. Annotation ആണ് again. ജെറോം വീറ്റ്മാൻ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു നോക്കി, അത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആർ യു ഫോണ്ട് ഓഫ് ബാക്ക് അല്ലേ, ജർമ്മൻ കമ്പോസറായ ബാക്കിൻ്റെ മ്യൂസിക് ഇഷ്ടമാണോ എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ജെറോം വൈറ്റ്മാൻ്റെ മനസ്സിലൂടെ മൂവ് ചെയ്ത് എന്താ, ഒരു ചെറിയൊരു ലൈ പോലും അല്ലേ, ഒരു സ്മോൾ ലൈ പോലും ഇത്രയും ഗ്രേറ്റ് ആയിട്ടുള്ളൊരു പേഴ്സണോട് മെൻഷൻ ചെയ്യാൻ പാടില്ല, ഇത്രയും ഗ്രേറ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയോട് റിവീൽ ചെയ്യാൻ പാടില്ല എന്ന് ആരും മനസ്സിൽ വിചാരിക്കുന്നു? ജെറോം വൈറ്റ്മാൻ വിചാരിക്കുന്നു. അനോട്ടേഷനാണ്, ഹി കുഡ് നോട്ട് ടെൽ എ ലൈ, ഈവൻ എ സ്മോൾ ലൈ ടു ദ ഗ്രേറ്റ് മാൻ. Therefore, he told very frankly that he was not at all interested in music and he knew nothing of Bach. അതുകൊണ്ട് വളരെ ഫ്രാങ്കായിട്ട് ഐൻസ്റ്റീനോട് പറഞ്ഞു, ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ബാക്ക് അല്ലേ, ബാക്ക് എന്ന് പറയുന്ന കമ്പോസറെ കുറിച്ച് എനിക്ക് യാതൊന്നും അറിയത്തില്ല, ആൻഡ് മ്യൂസിക്കിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല എന്ന് ആരോട് റിവീൽ ചെയ്യുക? നമ്മുടെ ഐൻസ്റ്റീനോട് റിവീൽ ചെയ്യുന്നു. വെൻ ഹി ആഡഡ് ദാറ്റ് ഐൻസ്റ്റീൻ വാസ് ഷോക്ക്ഡ് അല്ലേ. ഇങ്ങനെ ജെറോം വീറ്റ്മാൻ ആഡ് ചെയ്തപ്പോൾ ഐൻസ്റ്റീൻ ടോട്ടലി ഷോക്ക്ഡ് ആയിട്ട് മാറി. ഓൺ ഹിയറിംഗ് ദിസ് ഐൻസ്റ്റീൻ ലെഡ് ഹിം ഇൻ ടു എ റൂം ആൻഡ് റിവീൽഡ് ഹിം ദ വേൾഡ് ഓഫ് മ്യൂസിക് അല്ലേ. ഇത് കേട്ടപ്പോൾ തന്നെ ഐൻസ്റ്റീൻ എന്ത് ചെയ്തു, അപ്സ്റ്റേഴ്സിലുള്ള ഈ റെക്കോർഡിങ്സിലുള്ള ഒരു റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മുടെ വെയ്റ്റ്മാനെ. ആൻഡ് അവിടെ പോയിട്ട് മ്യൂസിക്കിൻ്റെ വേൾഡിലേക്ക് ഐൻസ്റ്റീൻ വെയ്റ്റ്മാനെ കൊണ്ടെത്തിക്കുകയാണ്. ഓക്കെ, and Einstein wanted to know whether Waitman was fond of any music, and the author told him that he liked songs that had words and the kinds of music which he could follow the tune like that of Bing Crosby. അപ്പോൾ ഐൻസ്റ്റീനെ അവിടെ അപ്സ്റ്റേഴ്സിലുള്ള റെക്കോർഡിങ്സ് ഉള്ള റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഐൻസ്റ്റീൻ അറിയണമായിരുന്നു വീറ്റ്മാൻ ഏതെങ്കിലും ഒരു മ്യൂസിക് ഫോണ്ട് ഓഫ്, കണ്ടോ ഫോണ്ട് എന്നാൽ ഓഫ് എന്ന് പറയുന്ന പ്രിപ്പോസിഷനെ വരത്തുള്ളേ. അപ്പോൾ ഫോണ്ട് ഓഫ് എനി മ്യൂസിക്, നമ്മുടെ വെയ്റ്റ്മാന് ഏതെങ്കിലും ഒരു മ്യൂസിക് ഇഷ്ടമാണോ? അറ്റ് ദാറ്റ് ടൈം വെയ്റ്റ്മാൻ പറയുന്നു, സോങ്സ് ഇഷ്ടമാണ്, വേർഡ്സ് ഉള്ള സോങ്സ് ഇഷ്ടമാണ്. അങ്ങനെയുള്ള സോങ്സ് ആണെങ്കിൽ സംടൈംസ് എന്ത് ചെയ്യും, ഫോളോ ചെയ്യും. അങ്ങനെയുള്ള ബിങ് ക്രോസ്ബിയുടെ, അമേരിക്കൻ മ്യൂസിക് കമ്പോസറാ ബിങ് ക്രോസ്ബിയുടേത് പോലുള്ള മ്യൂസിക് ഇഷ്ടമാണ്, സോങ്സ് ഇഷ്ടമാണ്. Einstein searched among the records in the study and played Crosby's When the Blue of the Night Meets the Gold of the Day. അപ്പോൾ ഐൻസ്റ്റീൻ എന്ത് ചെയ്തു, ഈ റെക്കോർഡ്സൊക്കെ ഇങ്ങനെ റെക്കോർഡിങ്സൊക്കെ അവിടെ ഒത്തിരി ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ അവിടെ ആരുടെ ഒരു സോങ് കിട്ടി, ബിങ് ക്രോസ്ബിയുടെ When the Blue of the Night Meets the Gold of the Day എന്ന് പറയുന്ന ആ ഒരു സോങ് കിട്ടുന്നു. ആൻഡ് when Whitman at Einstein's request reproduced almost accurately the rhythmic lines, Einstein was delighted. അപ്പോൾ ഈ സോങ് കേൾപ്പിച്ചു കൊടുക്കുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അത് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആരോട് പറയുക, നമ്മുടെ ഐൻസ്റ്റീൻ വെയ്റ്റ്മാനോട് പറയുക. ഐൻസ്റ്റീൻ പറയുന്നത് കേട്ടിട്ട് വെയ്റ്റ്മാൻ എന്ത് ചെയ്യുന്നു, സോങ് കേൾക്കുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഐൻസ്റ്റീൻ ഹി വാസ് ടോട്ടലി ഡിലൈറ്റഡ്. ആൻഡ് ദ യങ്സ്റ്റർ ഡിഡ് ഹാവ് ആൻ ഇയർ ഫോർ മ്യൂസിക്. At first, Waitman, he told that he was a tone deaf
and while he reproduced the music, Einstein, he was totally happy, and Einstein thought that the youngster or this Weightman, he had an ear for music, അല്ലേ? ഈ മ്യൂസിക്കിനോടുള്ള ഒരു ഇയർ ഉണ്ടെന്ന് ആര് മനസ്സിലാക്കി? ഐൻസ്റ്റീൻ മനസ്സിലാക്കി. ആൻഡ് ഐൻസ്റ്റീൻ സെഡ് ദാറ്റ് the study of music is like that of arithmetic. Again annotation, ഐൻസ്റ്റീൻ പറയുന്നത് എന്താ? മ്യൂസിക് സ്റ്റഡി എന്ന് പറയുന്നത് ഈസ് ലൈക്ക് ദാറ്റ് ഓഫ് അരിത്തമെറ്റിക് സ്റ്റഡി പോലെയാ. ഇൻ അരിത്തമെറ്റിക് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഹാവ് ടു ബി സ്റ്റഡീഡ് ബിഫോർ ലോങ് ഡിവിഷൻ ആൻഡ് ഫ്രാക്ഷൻസ്, അല്ലേ? അപ്പോൾ അരിത്തമെറ്റിക്കിൽ നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ പഠിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് പോകുന്നത്, ഡിവിഷൻസിലെയും ഫ്രാക്ഷൻസും ഒക്കെ പഠിക്കാൻ പോകുന്നത്, അല്ലേ? അപ്പോൾ മ്യൂസിക് സ്റ്റഡി എന്ന് പറയുന്ന ഈസ് ലൈക്ക് ദാറ്റ് ഓഫ് അരിത്തമെറ്റിക് സ്റ്റഡി. ഇൻ അരിത്തമെറ്റിക് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഹാവ് ടു ബി സ്റ്റഡീഡ് ബിഫോർ ലോങ് ഡിവിഷൻ ആൻഡ് ഫ്രാക്ഷൻസ്. The mastery of simple tunes makes one capable of dealing with കോംപ്ലിക്കേറ്റഡ് ട്യൂൺസ്, അല്ലേ? നമ്മൾ സിമ്പിളായിട്ടുള്ള മ്യൂസിക് പഠിച്ചു കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മ്യൂസിക്കിൽ നമ്മൾ ക്യാപ്പബിളായിട്ട് മാറത്തുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ്ലി ആസ്കിങ് അനോട്ടേഷനാണ് ഈ പറയുന്ന മ്യൂസിക്കിനെ അരിത്തമെറ്റിക്കുമായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ട്യൂൺസ് നമ്മൾ മാസ്റ്ററി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ട്യൂൺസ് നമ്മൾ പഠിക്കാൻ ക്യാപ്പബിളായിട്ട് മാറുന്നു. When Weightman sang back the trumpetier, Einstein was shocked. The same kind of look was experienced by Weightman on his father's face as he listened to him deliver the valedictory address in the high school passing out ceremony. അപ്പം വെയ്റ്റ്മാൻ ഈ ഒരു ട്രംപറ്റിയർ എന്നൊക്കെ പറയുന്ന സോങ് സിങ് ചെയ്തപ്പോൾ തന്നെ, റീപ്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ ഐൻസ്റ്റീൻ ടോട്ടലി ഷോക്കായി മാറി. കാരണം ഇത്രയും ടഫായിട്ടുള്ള സോങ്സൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നു, സിങ് ചെയ്യാൻ പറ്റുന്നു എന്ന്, വെയ്റ്റ്മാന് സിങ് ചെയ്യാൻ പറ്റുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഐൻസ്റ്റീൻ അത് ടോട്ടലി ഒരു ഷോക്കായിട്ട് മാറുന്നു, ഭയങ്കര ഹാപ്പി ആയിട്ട് മാറുന്നു ഐൻസ്റ്റീൻ. അപ്പോൾ ഐൻസ്റ്റീൻ ഇങ്ങനെ ആ ഒരു ഷോക്കായിട്ടിരിക്കുന്ന ആ ഒരു ഫേസ് കണ്ടപ്പോൾ തന്നെ വെയ്റ്റ്മാൻ്റെ ഫാദറിനെ പെട്ടെന്ന് ഓർമ്മ വന്നു. കാരണം വെയ്റ്റ്മാൻ്റെ ആ ഒരു ഹൈസ്കൂൾ പാസിംഗ് ഔട്ട് സെറമണിയിൽ വെയ്റ്റ്മാൻ ഒരു വാൽഡിക്ടറി അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് വെയ്റ്റ്മാൻ്റെ ഫാദർ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു വെയ്റ്റ്മാന്. ആ ഒരു സെയിം എക്സ്പ്രഷനാണ് ഐൻസ്റ്റീൻ്റെ ഫേസിൽ വെയ്റ്റ്മാനെ കാണാൻ കഴിഞ്ഞത്. എപ്പോഴാണ്? വെൻ ഹി സാങ് ബാക്ക് ദ ടഫസ്റ്റ് സോങ്, അല്ലേ? ആൻഡ് വെയ്റ്റ്മാൻ എഗെയിൻ എന്ത് ചെയ്യുന്നു? ഐൻസ്റ്റീൻ പറയുന്നത് അനുസരിച്ച് 1-2-3 സോങ്സൊക്കെ ഇങ്ങനെ അപ്രോക്സിമേറ്റ്ലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഐൻസ്റ്റീന് ആ ഒരു നമ്മുടെ വെയ്റ്റ്മാനിൽ ടോട്ടലി പ്രൗഡ് ഫീൽ ചെയ്യുന്നു. ആൻഡ് അറ്റ്ലീസ്റ്റ് ഒരു ഡസൻ അതർ സോങ്സ് വെയ്റ്റ്മാനെ കൊണ്ട് സിങ് ചെയ്യിപ്പിക്കുന്നു. ദെൻ ദേ കെയിം ടു ദ റെക്കോർഡിങ്സ് ഓഫ് മ്യൂസിക് വിത്തൗട്ട് വേർഡ്സ്. അപ്പോൾ ഇത്രയും സമയം വേർഡ്സ് ഉള്ള, അറ്റ് ഫസ്റ്റ് പറഞ്ഞായിരുന്നു വേർഡ്സ് ഉള്ള സോങ്സാണ് ഇഷ്ടമെന്ന്, ബിങ് ക്രോസ്ബി പോലെയുള്ള. അപ്പം വേർഡ്സ് ഉള്ള സോങ്സ് ഇങ്ങനെ കേൾക്കുന്നു, റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, വീണ്ടും കേൾക്കുന്നു, റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, ആൻഡ് അറ്റ് ലാസ്റ്റ് വേർഡ്സ് ഇല്ലാത്ത മ്യൂസിക്കിലേക്ക് എത്തുന്നു. വെയ്റ്റ്മാൻ വാസ് ഇൻസ്ട്രക്റ്റഡ് ടു റീപ്രൊഡ്യൂസ് ബൈ ഹമ്മിങ്, അല്ലേ? മ്യൂസിക് അല്ലേ? അപ്പം വെയ്റ്റ്മാൻ എന്ത് ചെയ്യുക? മൂളുക എന്നാണ്, അല്ലേ? ആ മൂളിപ്പാട്ടോട് കൂടി അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. When he reached for a high note, Einstein's mouth opened and his head went back as if to help him attain what seemed unattainable. അപ്പോൾ മ്യൂസിക് അല്ലേ, ഹൈ നോട്ടിലേക്ക് എത്തുമ്പോൾ ഐൻസ്റ്റീൻ ഇങ്ങനെ അപ്പ് എന്നുള്ള രീതിയിലേക്ക് ഐൻസ്റ്റീൻ മൂവ് ചെയ്യുന്നു. കാരണം ഐൻസ്റ്റീൻ അത്രത്തോളം എന്തെടുക്കുകയാണ്? എഫേർട്ട് എടുക്കുകയാണ് വെയ്റ്റ്മാനെ ഈ ഒരു മ്യൂസിക്കിൻ്റെ വേൾഡിലേക്ക് കൊണ്ടെത്തിക്കാൻ. ഐൻസ്റ്റീൻ വാസ് മൂവ്ഡ് ബൈ വെയ്റ്റ്മാൻസ് എഫേർട്ട് ആൻഡ് ദെൻ Weightman was moved by Einstein's effort and then they returned to their seats in the drawing room. അപ്പോൾ വെയ്റ്റ്മാൻ എന്ത് ചെയ്തു? ഐൻസ്റ്റീൻ്റെ ആ ഒരു എഫേർട്ട് കൊണ്ട് വെയ്റ്റ്മാൻ മ്യൂസിക്കിൻ്റെ വേൾഡിലേക്ക് എത്തുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അവർ നേരത്തെ ആ ഒരു മ്യൂസിക് സെഷൻ നടന്ന ആ ഒരു റൂമിലേക്ക് അവർ തിരിച്ചു വരുന്നു. The lucky company that Weightman got by chance helped the author to develop an interest in music. He was a stranger to Einstein, but the great man was totally immersed in what he was doing as though it was his only concern. അപ്പോൾ വെയ്റ്റ്മാന് കിട്ടിയ ആ ഒരു ലക്കി കമ്പനി ആയിരുന്നു ആരാ? ഐൻസ്റ്റീൻ എന്ന് പറയുന്നത്. ആ ഒരു ലക്കി കമ്പനി ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ആ ഒരു ലക്കി കമ്പനി വെയ്റ്റ്മാനെ മ്യൂസിക്കിൻ്റെ വേൾഡിലേക്ക് കൊണ്ടെത്തിച്ചു. Actually, Weightman at that time, he was not at all famous like that of Einstein. He was famous. And Weightman was a stranger to Einstein. But Einstein എന്ന് പറയുന്നത് എന്താണോ ചെയ്യുന്ന ആ ഒരു സംഭവത്തിൽ ടോട്ടലി ഇമേഴ്സ്ഡ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, സബ്മേർജ്ഡ്, അല്ലേ?
സബ്മേർജ്ഡിൻ്റെ സിനണിമാണ് ഏതാ? ഇമേഴ്സ്ഡ് എന്ന് പറയാം. അപ്പോൾ ഐൻസ്റ്റീൻ ചെയ്യുന്ന കാര്യത്തിൽ ടോട്ടലി ഇമേഴ്സ്ഡ് ആയിരുന്നു, മുഴുകിയിരിക്കുകയായിരുന്നു. ഹി വാസ് ഡൂയിങ് ആസ് ദോ ഇറ്റ് വാസ് ഹിസ് ഓൺലി കൺസേൺ. എന്താണോ ചെയ്യുന്നത് അത് മാത്രമായിരുന്നു ആരുടെ ആ ഒരു കൺസേൺ എന്ന് പറയുന്നത്, ഐൻസ്റ്റീൻ്റെ കൺസേൺ. അതുകൊണ്ട് തന്നെ ഐൻസ്റ്റീൻ ടോട്ടലി അതിൽ ഇമേഴ്സ്ഡ് ആയിരുന്നു. ഹി വാസ് ഡിറ്റർമിൻഡ് ടു റിവീൽ ടു വീറ്റ്മാൻ ദ ബ്യൂട്ടിഫുൾ വേൾഡ് ഓഫ് മ്യൂസിക്. അപ്പോൾ ഐൻസ്റ്റീൻ നേരത്തെ ഡിറ്റർമിൻ ചെയ്തു, എന്താ, ആർ യു ഫോണ്ട് ഓഫ് ബാക്ക് എന്ന് ചോദിച്ചപ്പോൾ ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ബാക്ക്, ഐ എം എ ടോൺ ഡഫ് എന്ന് ആര് പറയുക? വെയ്റ്റ്മാൻ പറയുക. അറ്റ് ദാറ്റ് ടൈം ഐൻസ്റ്റീൻ ഡിസൈഡ് ചെയ്തു വെയ്റ്റ്മാനെ ബ്യൂട്ടിഫുൾ വേൾഡിൽ, മ്യൂസിക്കിൻ്റെ ബ്യൂട്ടിഫുൾ വേൾഡിലേക്ക് എത്തിക്കാമെന്ന് ആര് ഡിറ്റർമിൻ ചെയ്തിരുന്നു? ഐൻസ്റ്റീൻ ഡിറ്റർമിൻ ചെയ്തിരുന്നു. വെൻ ദേ റിട്ടേൺ ടു ദ ഡ്രോയിങ് റൂം ദ മ്യൂസീഷ്യൻസ് പ്ലേഡ് ബാക്സ് ഷീപ്പ് മേ സേഫ്ലി ഗ്രേസ്. അല്ലേ, അവർ ഡ്രോയിങ് റൂമിലേക്ക് തിരികെ വന്ന ടൈമിൽ മ്യൂസീഷ്യൻസ് അവിടെ ബാക്കിൻ്റെ തന്നെ ഷീപ്പ് മേ സേഫ്ലി ഗ്രേസ് എന്ന് പറയുന്ന സോങ് ആയിരുന്നു സിങ് ചെയ്തിരുന്നത്. വീറ്റ്മാൻ റിയലൈസ്ഡ് ദാറ്റ് ഐൻസ്റ്റീൻസ് എഫേർട്ട് വാസ് നോട്ട് ഇൻ വെയിൻ. അപ്പോൾ വെയ്റ്റ്മാൻ മനസ്സിലാക്കി, റിയലൈസ് ചെയ്തു എന്താ, ഐൻസ്റ്റീൻ്റെ എഫേർട്ട് യൂസ്ലെസ് ആയിരുന്നില്ല. കാരണം വെയ്റ്റ്മാൻ ഹി എൻജോയ്ഡ് ദ മ്യൂസിക് ആൻഡ് അറ്റ് ലാസ്റ്റ് അപ്ലോഡഡ് ജെന്യുവിൻലി. അല്ലേ, ആ ഒരു മ്യൂസിക് എൻജോയ് ചെയ്യുന്നു ആൻഡ് അറ്റ് ലാസ്റ്റ് അതിനെ വളരെ ജെന്യുവിനായിട്ട് അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നു. അറ്റ് ഫസ്റ്റ് പ്രിട്ടൻഡഡ് അപ്രീസിയേഷൻ ആയിരുന്നു ആൻഡ് അറ്റ് ലാസ്റ്റ് ജെന്യുവിനായിട്ട് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ ഹോസ്റ്റസ് വാസ് അൺഹാപ്പി ദാറ്റ് ഐൻസ്റ്റീൻ ഹാഡ് മിസ്ഡ് മച്ച് ഓഫ് ദ പെർഫോമൻസ്. അപ്പോൾ നമ്മുടെ അവർ രണ്ടുപേരെയും, ഐൻസ്റ്റീനെയും അതുപോലെ ഒത്തിരി പേര് ഇൻവൈറ്റ് ചെയ്ത ആ ഹോസ്റ്റ് ഉണ്ടല്ലോ, ആ ലേഡി ഷി വാസ് ടോട്ടലി അൺഹാപ്പി. കാരണം ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ഗ്രേറ്റ് സയൻറ്റിസ്റ്റിന് വേണ്ടി അറേഞ്ച് ചെയ്ത മ്യൂസിക് സെക്ഷനായിരുന്നു ആൻഡ് ഐൻസ്റ്റീൻ മച്ച് ഓഫ് ദ പെർഫോമൻസ് അവിടെ മിസ് ചെയ്തു. കാരണം വീറ്റ്മാനെ എവിടേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നു? മ്യൂസിക്കിൻ്റെ വേൾഡിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ആ ഒരു എഫേർട്ടിലായിരുന്നു ഐൻസ്റ്റീൻ. സോ ഷി ഗേവ് വെയ്റ്റ്മാൻ ആൻ ഐസി ഗ്ലെയർ. ഐസി ഗ്ലെയർ ഇടയ്ക്ക് സിനണിയും ചോദിച്ചിട്ടുണ്ട്. കോൾഡ് ലുക്ക് എന്ന മീനിങ്, കോൾഡ് ലുക്ക്. അതുകൊണ്ട് ലേഡി അല്ലേ, ആ ഫിലാന്ത്രോപ്പിസ്റ്റ് വെയ്റ്റ്മാനെ ഇങ്ങനെ ഒരു സ്റ്റെയർ ചെയ്യുക, കോൾഡ് ലുക്ക് അല്ലേ, ഒരു ഐസി ഗ്ലെയർ കൊടുക്കുക. ബട്ട് ഐൻസ്റ്റീൻ ഹാഡ് നോ റിഗ്രറ്റ്സ്. ഐൻസ്റ്റീന് യാതൊരു റിഗ്രറ്റ്സും ഉണ്ടായിരുന്നില്ല. ഹി ഹാഡ് എൻഗേജ്ഡ് ഹിംസെൽഫ് ഇൻ ദ ഗ്രേറ്റസ്റ്റ് ആക്ടിവിറ്റി ഓഫ് വിച്ച് മാൻ ഈസ് കേപ്പബിൾ. ഒരു മനുഷ്യനെ കഴിയാവുന്ന ഏറ്റവും വലിയ ആക്ടിവിറ്റിയിലായിരുന്നു ഐൻസ്റ്റീൻ എൻഗേജ് ചെയ്തിരുന്നത്. സോ he had no regrets. He had introduced Weightman to the beautiful world of music. അപ്പോൾ മ്യൂസിക്കിൻ്റെ ബ്യൂട്ടിഫുൾ വേൾഡിലേക്ക് കൊണ്ടെത്തിക്കാൻ, വെയ്റ്റ്മാനെ കൊണ്ടെത്തിക്കാൻ ആർക്ക് കഴിഞ്ഞു? ഐൻസ്റ്റീന് കഴിഞ്ഞു. He once said, if I were not a physicist, I would probably be a musician. ഒരിക്കൽ ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഫിസിസിസ്റ്റ് ആയിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പ്രോബബ്ലി ആരാകുമായിരുന്നു? മ്യൂസീഷ്യൻ ആകുമായിരുന്നു. He was greatly interested, he was totally interested in music. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ദ നൈറ്റ് ടൈം അറ്റ് ഐൻസ്റ്റീൻ ബൈ ജെറോം വെയ്റ്റ്മാൻ. ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അനോട്ടേഷൻസ് ഉണ്ട്, 1, 2, 3 അനോട്ടേഷൻസും 2 ഷോർട്ട് ക്വസ്റ്റ്യൻസും ചോദിക്കാൻ പറ്റുന്നതാണ്. സംടൈംസ് എസ്സേയും ചോദിക്കാം.